കൂട്ടത്തിൽ നിരപരാധികളായിട്ട് ആരും പെട്ടുപോകരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ അമ്മ എല്ലാവരും കൂടി വന്നിരുന്നിട്ട് മീറ്റിംഗ് കൊടുത്താലും പറയാൻ പോകുന്നതൊക്കെ തന്നെയാണ്. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, അത് തെളിയിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. ആരോപണ വിധേയരായിട്ട് മാത്രം മാറി നിന്ന ഇത് മതിയെന്നൊരു സങ്കല്പമുണ്ട്. അതൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തുള്ള ഫീലിങ്ങിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. കാരണം മാറി നിന്നാലും മാറിയുന്നില്ലെങ്കിലും ഒക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുമോ, അതൊക്കെ അന്വേഷിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ അത് മാറി നിൽക്കുന്നത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സർ. ഇപ്പം മോഹൻലാൽ വന്നിട്ട് പറഞ്ഞാലും എന്താ പറയുക, കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം, അന്വേഷണം നടക്കട്ടെ ഒന്നൊന്ന് പറയാമെന്നുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും നയം. അത് അവരുടെ എന്നല്ല, ആരാണെങ്കിലും അവരുടെയൊക്കെ നയം അത് തന്നെയാണ്. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. നാളായി സിദ്ദിഖായിട്ടുള്ള അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഈ സിദ്ദിഖിനെതിരെയുള്ള ഒരു ലൈംഗിക ആരോപണം താങ്കളുടെ ഒരു ഞെട്ടലുണ്ടാക്കിയോ? തീർച്ചയായിട്ടും ആരുടെ പേരിലാണെങ്കിലും നമ്മളിത് ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ആരുടെ ഉള്ളിലേക്ക് കടന്നിട്ടൊന്നും കാണാൻ പറ്റില്ല. എന്നെപ്പോലെ ആർക്ക് എന്തറിയാം എന്നെ പറ്റി? എനിക്കറിയാവുന്ന എന്നെ അപ്പുറമൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ആരെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും നല്ല ആളുകളാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ ആകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് ഫിലിം ചേംബറിന് അയച്ചൊരു കത്തുണ്ട്. കത്തിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ നിലപാട് പറയാത്തത് സിനിമാ സംഘടന നിലപാട് പറയാത്ത വളരെ മോശമാണ് താൻ അനുഭവിക്കുന്നത്. അതായത് താൻ പ്രവർത്തിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ എന്ത് നിലപാടാണ് പറയേണ്ടത്? അതായത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിനെപ്പറ്റി അന്വേഷിക്കണം, അത് ആരെയും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് നിലപാട്. അതിൻ്റെ കൂട്ടത്തിൽ കുറ്റം ചെയ്യാത്ത ആരും വീട്ടിനകത്ത് ആരുടെയെങ്കിലും ശത്രുത കൊണ്ടോട്ടോ മൂവ്മെൻ്റ് കൊണ്ടിട്ടോ ശിക്ഷിക്കപ്പെടരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയുണ്ട്. ഏത് തലം മുതലാണ് ഈ ഒരു ശുദ്ധീകരണ അമ്മയിൽ തുടങ്ങണമെന്ന് കരുതുന്നത്? ഏത് തലം മുതലാണ് അറിയില്ല. നിങ്ങളൊക്കെ പറയൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇവരൊന്നും ചെയ്യാത്തതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പത്രക്കാർ പറഞ്ഞു കൊടുക്കുക. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ ആർക്കുമില്ല. എന്ത് ചെയ്താലും അതിന് രണ്ട് വശം ഉണ്ടാവും. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ അതെന്താണെങ്കിലും പറയും. രാജിവെച്ചാലും പറയും. ഇനി ഒരാൾ മാത്രം രാജിവെച്ചാൽ പറയും എന്തിനാ അമ്മ വെക്കുന്നത്, എല്ലാവരും രാജിവെച്ചുകൂടെ എന്ന് പറയും. എല്ലാവരും രാജിവെച്ചാൽ പറയാം എന്തിനാണ് കുറ്റം ചെയ്തത്, മറ്റേ ആരോപണ വിധേയരായിട്ടുള്ളവർ മാത്രം ചെയ്താൽ പോരെന്ന് ചോദിക്കും. ഈ ചോദ്യങ്ങളൊക്കെ ഈ അമ്മയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ്. അപ്പോൾ ഈ പുതിയ ആളുകൾ, ഈ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ ഈ അമ്മയുടെ തലപ്പത്തേക്ക് എത്തണോ, അതല്ല ഈ ജഗദീഷിനെ പോലുള്ള ആളുകളെ തന്നെ അല്ലെങ്കിൽ മോഹൻലാൽ തന്നെ തിരിച്ചെത്തണം? വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെയുണ്ടോ? ആരും മോശക്കാരൊന്നും അല്ലാന്നേ. അവിടെ ആരും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളില്ല. ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വേണമെങ്കിലും വരട്ടെ, നന്നായിട്ട് കാര്യങ്ങൾ പോകണം. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാർ രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അവിടെ ഞാനുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വളരെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് അതെന്താ ചെയ്യേണ്ടത്, അതപ്പോൾ ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്ത് ശരിയാവോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശരി അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും. അതല്ലാതെ മറ്റത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഇങ്ങനെ ചെയ്ത് കളയാം, എന്നിട്ട് അവനെ പൂട്ടാം, അങ്ങനെ പറയുന്ന ഒരു കൊള്ളസംഘമൊന്നും അല്ല അത്. വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന, വളരെ ജോയ് മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം എക്സിക്യൂട്ടീവ് നിൽക്കണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് എന്നൊക്കെ അവിടെ പോയിട്ട് ഗുസ്തി ഉണ്ടാക്കാമെന്നും പറയും. പക്ഷേ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞു, പുള്ളി നോമിനേഷൻ കൊടുത്ത് പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതുന്ന വെച്ചാൽ അവിടെ വലിയ പ്രശ്നങ്ങളാണെന്ന്. രണ്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞപ്പോൾ പുള്ളി ആയിട്ട് പറഞ്ഞു അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല, നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവരാരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളാണെന്നുകൊണ്ട് അവർ പറഞ്ഞാൽ വലിയ കാര്യമാണോന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളൊക്കെ അവരുടെ വശത്ത് ഉണ്ടാവും. എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലതരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. ഈ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ, അതെങ്കിൽ താങ്കളുടെ കാര്യം ജൂനിയറായിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാൽചേട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പം നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതോടെ കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുന്നതല്ല, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല, എവിടെയും ഉണ്ടാകാൻ പാടില്ല. സിനിമയിലും ഉണ്ടാകാൻ പാടില്ല, ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടെന്നൊന്നും കരുതണ്ട.
വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അവിടെയും തെറ്റും. ഇപ്പം ഞാനൊക്കെ എൻ്റെ സെറ്റിൽ നിന്ന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം കൊടുത്ത് പോയി സംസാരിച്ച് ഇന്ത്യൻ മുകേഷിനെതിരെ ആരോപണം വരുന്നു. സ്വാഭാവികമായി നടൻ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതുമായി ഈ അദ്ദേഹത്തെ ഈ നിലവിൽ ഈ ആരോപണങ്ങൾ ഏൽക്കെതിരെ വരുന്നു. അതിൽ നിന്ന് മാറി നിൽക്കണം, ഈ മാറി നിൽക്കണം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ. അതൊക്കെ ഇപ്പോൾ ഒന്നാമത് ഒരു പാർട്ടിയുടെ വക്താവാണ് അങ്ങേര്. അപ്പോൾ അതിന് അവരുടേതായിട്ടുള്ള കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മുകേഷ് ഒറ്റക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ പാർട്ടി എന്ന് പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. എന്താണെങ്കിലും ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ മാറി നിൽക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ലാന്ന് കാര്യം. നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അതിനെപ്പറ്റി അന്വേഷണം വേണം. നല്ല അന്വേഷിക്കാൻ കഴിയുള്ള ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്തും വലിയ കൈകടത്തലുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അംഗമെന്ന നിലയിൽ WCC ചർച്ച നടത്തി WCC അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പുറത്തുണ്ട്. ഇതിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് സത്യമായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ, അറിയില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ റിപ്പോർട്ടായി തന്നെ ഇരുന്നാൽ മതിയോ? അതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ട, പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിയമ നടപടിയിലേക്ക് പോകണം. എല്ലാവരുടെയും പേരിലോ? അല്ല, കുറ്റം അതാ പറഞ്ഞ ഉൾപ്പെടെ എടുക്കേണ്ട കാര്യങ്ങൾ. കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. രക്ഷപ്പെടണം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കാര്യങ്ങളൊക്കെ ശരിയല്ല. പക്ഷെ അത് കുറ്റം ചെയ്തവർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മതി പ്ലീസ്.